ബ്രിട്ടീഷ് കൗമാരത്തിന്റെ വഴിപിഴച്ച പോക്കിന് ഉത്തമ ഉദാഹരണമായി നിക്കോളാസ് പ്രോസ്പർ എന്ന കൗമാരക്കാരനെ പറയുവാൻ കഴിയും. തന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തതിനു ശേഷം മറ്റു 30 കുട്ടികളെ കൂടി കൊല്ലാൻ ഒരുങ്ങിയ ഇയാളുടെ പ്രധാന ലക്ഷ്യം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ചെയ്ത് റെക്കോർഡിടുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ 49 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി ഇയാൾക്ക് വിധിച്ചിരിക്കുന്നത്. തോക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ പഴുതുപയോഗിച്ച് ഒരു ഷോട്ട് ഗണ്ണും 100 കാർട്രിഡ്ജും സ്വന്തമാക്കിയ ഇയാൾ 21-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചേക്കാമായിരുന്ന ഏറ്റവും വലിയ കൊലപാതക പരമ്പരയ്ക്കും യഥാർത്ഥത്തിൽ ഒരുങ്ങുകയായിരുന്നു. തന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിനു ശേഷം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൈകളിൽ രക്തം പുരണ്ടിരുന്നതും ഇന്നലെ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമായി തന്നെ കാണുവാനും കഴിയും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 13-ന് സ്വന്തം മാതാവിന് നേരെ വെടിയുതിർത്തുകൊണ്ടായിരുന്നു ഇയാളുടെ കൊലപാതക പരമ്പരയ്ക്കെല്ലാം തുടക്കം കുറിച്ചിരുന്നത്. 48-കാരിയായ ജൂലിയാനെ ഫെൽക്കാനെ വെടിവെച്ച് കൊന്നതിനു ശേഷം തന്റെ സഹോദരങ്ങളായ 16-ഉം 13-ഉം വയസ്സുള്ള കൈൽ പ്രോസ്പറയും ജിലില്ല പ്രോസ്പറയും ഇയാൾ കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. തന്റെ സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു ഇയാൾ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. പിന്നീട് അതിനുശേഷം എല്ലാവരെയും കൊല്ലാനായി ഇയാൾ സ്കൂളിലേക്ക് തിരിയുകയും ചെയ്തു. പകുതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച വ്യക്തി കൂടിയാണ് അന്ന് 18 വയസ്സുണ്ടായിരുന്ന ഈ കൊലപാതകി. 4-ഉം 5-ഉം വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് മുറിയിലെത്തി അവിടെയുള്ള 30ഓളം കുട്ടികളെയും അധ്യാപകരെയും വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു ഇയാളുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം എന്നത്. സെയിന്റ് ജോസഫ് കാത്തലിക് സ്കൂളായിരുന്നു അതിനായി ഇയാൾ പ്രധാനമായിട്ടും തെരഞ്ഞെടുത്തിരുന്നത്. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്കൂൾ കൊലപാതകി എന്ന സ്ഥാനമായിരുന്നു അയാൾ കൂടുതലും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്നത്. കോടതി മുറിയിൽ പോലും ഒട്ടും കുറ്റബോധമില്ലാതെ നിന്ന അയാൾക്ക് ജീവപര്യന്ത ശിക്ഷയാണ് കോടതി നൽകിയത്. കുറഞ്ഞത് 49 വർഷങ്ങളെങ്കിലും കഴിയാതെ അയാൾക്ക് പുറത്തു വരാൻ ഒരിക്കലും കഴിയില്ല. പൊതുസമൂഹത്തിന് വലിയൊരു നാശമാണ് ഇയാൾ ഉണ്ടാക്കിയതെന്നായിരുന്നു കോടതി പ്രധാനമായിട്ടും നിരീക്ഷിച്ചിരുന്നതും. ബുദ്ധിപരമായ കണക്കുകൂട്ടലുകളോടെയായിരുന്നു ഇയാൾ കൂടുതലും നീങ്ങിയതുമെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി.